കേരളപ്പിറവി ആശംസകൾ. നവംബർ 1 കേരളപ്പിറവി ദിനം എന്നറിയപ്പെടുന്നു. മലയാളം എന്ന കസവുകുടയ്ക്ക് കീഴിൽ കേരളീയരായി മാറിയതിന്റെ 68ാം വാർഷികമാണിന്ന് നാം ഇവിടെ ആഘോഷിക്കുന്നത്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1-ാം തീയതി രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്നിണങ്ങിയ വിദേശികളുടെ പരദീസയാണ് ഈ കൊച്ചു കേരളം. ലോകത്തെല്ലായിടത്തും എത്തി മലയാളികൾ. എവിടെയും വംശമത വിവേചനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാറുണ്ട്. ഉയർന്ന സാംസ്കാരിക ബോധമുള്ളവരും സമ്പന്നമായ കലാപാരമ്പര്യത്തിനുടമകളുമാണ് നമ്മൾ. സർഗബോധത്തിനും ലിംഗസമത്വത്തിനും ശുചിത്വബോധത്തിനും നമ്മൾ മലയാളികൾ എന്നും മുന്നിലാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച കാലാവസ്ഥ സന്തുലിതമായ നാടാണ് കേരളം. കേരളത്തിന്റെ 68ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനം ധന്യമാക്കാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതിനായി ജാനകിയും കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ നന്മയും ചരിത്രവും സംസ്കാരവും ഒക്കെ നമ്മളിൽ എത്തിക്കാനായി നമ്മളുടെ കുഞ്ഞു കൂട്ടുകാരി മിത്ര വേദിയിലെത്തുന്നു. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ഐതിഹ്യത്തിൽ പരശുരാമൻ മഴുവറുണ്ടായ കേരളം. പച്ചപുറച്ച മലയാള നാടിന് ഇന്ന് 69 വയസ്സ്. കൊച്ചിയും തിരുവിതാംകൂറും മലബാറും സമന്വയിപ്പിച്ച ഭാഷാ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് രൂപീകരിക്കപ്പെട്ടു. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നാടാണ് കേരളം. കല, സംഗീതം, സാഹിത്യം എന്നിവയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. തലങ്ങും വിലങ്ങുമാകുന്ന 44 നദികൾ, 34 കായലുകൾ, വെള്ളച്ചാട്ടങ്ങൾ, പർവ്വതങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ നാട്. പ്രകൃതി സംഗീതമാണെങ്കിൽ മലയാളം അതിന്റെ സ്വരമാണ്. കഥകളിയും തെയ്യവും തുള്ളലും വെള്ളവും വള്ളവും കാലനും ഓലലും മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും മലയാളി പെരുമയാൽ അഭിമാനിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ ഇന്നും പച്ചവിരിച്ചങ്ങൽ പാടങ്ങളും ജലസ്രോതസ്സുകളും മൊട്ടക്കുന്നുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിസര ശുചിത്വത്തിൽ മലയാളി നാടിൽ തന്നെ അപമാനമായിരിക്കുന്നു. പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ബലവും വെള്ളപ്പൊക്കവും പ്രളയവും പേമാരിയും ഒക്കെ. അതേ കൂട്ടുകാരെ, പ്രതീക്ഷയുടെ കിരണം ഇനിയും അസ്തമിച്ചിട്ടില്ല. നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ നാം തിരിച്ചു കൊണ്ടുവരണം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. ശ്യാമസുന്ദരമായ മലയാള നാടിന് നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും എന്റെ കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാലം മാറുന്നതിനനുസരിച്ച് കേരളത്തിന്റെ നന്മയും ഐശ്വര്യവും നമുക്ക് നഷ്ടമാകും. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
പുതുമ
തേ താരാ തേ 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 താരാ തേ 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 മണ്ണോട് കരിയൊഴും മെങ്ങോട്ടിരും മണമോ പെണ്ണിലുവിയ പാലേ മധുമണമോ ഞാജോല പച്ചവള പൊന്നും ചെളിക്കൊലുസ് പെണ്ണികൾ കളമാറ്റും കളമൊഴിയായി കൊച്ചുകൾ പകർന്നിലേക്കിനാ കാണും മുട്ടിടുമനുരാഗ കരൾ പോലെ മണ്ണിനുമികൾ പോലെ മനം തുടിക്കും കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമീരൻ കാറ്റ് ഇലയാടും ഇലയാടും കുളിരലാകും നാട് നിറപൊലിയേകാമെന്നറിയമേലിനായി പുതുവിളമേലുന്നോരങ്ങിയ നാടിതാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം തേ 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 താരാ തേ 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 താരാ തേ തേ തേ. കേരളത്തിലെ കലാരൂപങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് നൃത്തം. അതിമനോഹരമായ നൃത്തവുമായി വേദിയിലെത്തുന്നു ഗൗരിയും സംഘവും. തിരകൾ കേടിയാടുന്ന നാടൻ പൊന്നിൻ കേരളം 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 കുഞ്ചും തുള്ളിയാടുന്ന നാടൻ പൊന്നിൻ കേരളം മോഹിനിയാട്ടം അനുഭവനാട്ടം വഴിമലയാളം കരിവാഴ്ത്തിയ ദേശം വേണാട് പെരുമാറി നന്ദുരിതാരങ്ങൾ വേദാന്ത കടമോടെ മംഗളഗീതങ്ങൾ ഇത് കേരളം കേരളം എൻ കേരളം കേരളം
സമൃദ്ധമായ കേരളത്തെക്കുറിച്ച് പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും കാഴ്ചപ്പാടുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇന്ന് നവംബർ 1-ാം തീയതി കേരളത്തിന്റെ ജന്മദിനം, കേരളപ്പിറവി ദിനം. ഇന്നത്തെ ദിവസം കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും ദിനമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം തന്നെ സംസാരിക്കട്ടെ. എന്റെ പേര് കേരള. ഞാൻ ജനിച്ചത് 1956 നവംബർ 1-നാണ്. മലയാളത്തിലെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി ചേർന്നപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ 14 ജില്ലകൾ ചേർന്ന് ഒരൊറ്റ ഹൃദയമായി. നിങ്ങൾക്കറിയാമോ, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. കേരളം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണെന്നറിയാമോ? പച്ചപ്പർവ്വതങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, കാഴ്ചകൾ, അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ജനതയും. പഴയ കാലത്ത് നമ്മുടെ കേരളം എത്ര സിമ്പിളായിരുന്നെന്നോ. കൈത്തൊഴിലാളികളും കർഷകരും കൊണ്ട് സമ്പന്നമായ നാട്. അരിപ്പിണ്ടിയും കഞ്ഞിയും, അതായിരുന്നു സുഖം. അത് ശരിയാണ്. അക്കാലത്ത് പരസ്പര സ്നേഹവും സഹകരണവുമായിരുന്നു കേരളത്തിന്റെ ശക്തി. ഇപ്പോൾ കേരളം മുന്നേറുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, IT മേഖല എല്ലായിടത്തും നേട്ടങ്ങൾ. പക്ഷെ ചിലപ്പോൾ നമ്മൾ മറക്കാറുണ്ട് നമ്മുടെ മൂല്യങ്ങൾ, പരിസ്ഥിതി, ഭാഷ, അങ്ങനെയെല്ലാം. അതെ, അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ കേരളത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. എനിക്ക് അഭിമാനമാണ്. എത്ര മാറ്റങ്ങൾ വന്നാലും മലയാളികളുടെ ഹൃദയത്തിൽ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു. മലയാളം സംസാരിക്കുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു, സാംസ്കാരികതയെ കാത്തു സൂക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. Good morning, friends. November 1st, and we celebrate Kerala Piravvi. So എന്നാണ് കേരളം ഉടലെടുത്തത്? ഇവിടെ കേട്ടില്ലേ? ഏത് വർഷമാണ്? 1956 നവംബർ 1-ാം തീയതിയാണ്. ഓക്കെ. സോ നമ്മൾ ഈ കേരളത്തെ പറ്റി, അതിന്റെ ഉയർച്ചകളും വളർച്ചകളും അതിന്റെ കേരള ഭംഗി എല്ലാം പറ്റിയാണ് നല്ലൊരു അസംബ്ലിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുമായിരുന്നു. നമുക്കറിയാം കേരളം, we should be proud about Kerala because it has got a rich cultural heritage and the beauty of nature and the true values that make Kerala as the God's own country. സോ നമ്മൾ എവിടെ പോയാലും ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്, കേരളത്തിൽ തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ദ ബ്യൂട്ടി ഓഫ് കേരള, isn't it? അതായത് കേരളത്തെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ എങ്ങുമില്ല. ഓക്കെ. അതുകൊണ്ട് നമ്മളിതിന് പുറത്ത് എവിടെ പോകുന്നതൊക്കെ ഏറ്റവും നല്ല എവിടെയാണ്? കേരളത്തിൽ തന്നെ പോയി കണ്ട് അതിന്റെ സൗന്ദര്യ ഭംഗി ആസ്വദിക്കുക. പിന്നീട് അതിന്റെ ട്രഡീഷൻ, ദ കൾച്ചറൽ ഹെറിറ്റേജ്, ദ ട്രഡീഷൻ, ദ ട്രൂ വാല്യൂസ്, അതെല്ലാം കൊണ്ടാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് അതിന്റെ ഉയർച്ചകളും പിന്നെ താഴ്ചകളും കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ കേട്ടു. അതെങ്ങനെയാണ് നമ്മൾ കേരളത്തെ മലിനീകരിക്കുന്നത്, മേ ബി ബിക്കോസ് ഓഫ് ദ ബിൽഡിംഗ്, ദ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നത്, അതെല്ലാം കേട്ടതാണ്. സോ നമുക്ക് നമ്മുടെ കേരളത്തെ ശുദ്ധമായി സംരക്ഷിക്കാം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. നമ്മുടെ വീട്ടിലെ ഒരു വേസ്റ്റ്, കട്ടിംഗ് ദ ട്രീസ്, ഓൾ ദീസ് തിങ്സ്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുക എന്ന ചുമതല ഏറ്റെടുക്കാം. സോ എല്ലാവർക്കും കേരള പിറവിയുടെ എല്ലാവിധ ആശംസകളും നേർന്നു. പ്രത്യേകിച്ച് ഈ കൾച്ചറൽ ഗ്രൂപ്പ് ഇന്നത്തെ അസംബ്ലി ഇവിടെ മനോഹരമാക്കി നടത്തിയ ഈ ടീമിന് നമുക്ക് നല്ലൊരു കൈയടിയോടെ അവരെ ആശംസിക്കാം. നമസ്കാരം. നമ്മുടെ
ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ വളർച്ചയിൽ നമുക്ക് എന്നും അഭിമാനിക്കാം. വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ എനിക്ക് നന്ദി അറിയിക്കുന്നു.